ഇല്ലാണ്ടാക്കാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഒരു ഐഡിയ നമ്മൾ പലരും യൂസ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പം നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. ഒരാളെ എല്ലാ രീതിയിലും അങ്ങ് തകർത്ത് പണ്ടടക്കാൻ ഒറ്റൊരു ഐഡിയ ഉള്ളൂ, ഒറ്റൊരു വഴിയുള്ളൂ. ആ ഒരാളുണ്ടല്ലോ അങ്ങ് സ്നേഹിക്കുക. ഞാനുണ്ട് കൂടെ, ഞാൻ നിന്റെ കൂടെ എല്ലാത്തിനും ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുക. ജീവിതത്തിൽ അയാളുടെ എല്ലാ നല്ലതിനും ചീത്തതിനും ഒക്കെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ജീവിതാവസാനം വരെ അയാൾ ഉണ്ടാവും, ഞാൻ ഉണ്ടാവും എന്ന് അയാളെ തോന്നിപ്പിച്ചിട്ട് നമുക്ക് അയാളുടെ ലൈഫിലേക്ക് അത്രയും വലിയൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളില്ലാതെ അയാൾക്ക് പറ്റില്ല എന്നൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിട്ട് ഒറ്റയടിക്ക് എന്ത് ചെയ്യുക, നമ്മൾ അങ്ങനെ സ്കിപ്പ് അടിക്കുക. അതിനേക്കാളും വലിയ ദുരന്തം ഒരാളുടെ ലൈഫിലും വരാനില്ല. അത് ചിലപ്പോൾ പാർട്ട്ണർ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിൽ പോലും ഒരാൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ട് ഒരുപാട് സ്നേഹം വാരിക്കോരി അങ്ങ് കൊടുത്തിട്ട് ഒറ്റയടിക്ക് അയാൾ അങ്ങ് നൈസായിട്ട് ഒഴിവാക്കുന്നവരുണ്ടല്ലോ. അതിനേക്കാളും വലിയ ആയുധം വേറെ ഇല്ല ഒരാളുടെ ലൈഫ് തകർക്കാൻ. ഈ സ്നേഹവും വിശ്വാസവും ഒരുപാട് അങ്ങ് കൊടുത്തിട്ട് പെട്ടെന്ന് അത് നഷ്ടപ്പെടുമ്പം ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ അവസ്ഥ ഉണ്ടല്ലോ, ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പൊട്ടന്റെ അവസ്ഥ എന്ന് പറയില്ലേ, അതേ അവസ്ഥയായിരിക്കും. ഒരാളെ തകർക്കാൻ ഇതിനേക്കാളും വലിയ ആയുധം ഒന്നുമില്ല. നിങ്ങൾ പലരുടെയും ലൈഫിൽ കെയർ ചെയ്യുന്ന ഒരുപാട് പ്രതീക്ഷ കൊടുത്തിട്ട് ഇതുപോലെ സ്കിപ്പ് അടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. ചിലപ്പം ചില ആൾക്കാർ കയ്യിൽ നിന്ന് ഇതുപോലത്തെ പ്രശ്നങ്ങൾ കിട്ടിയ ഒരാളായിരിക്കും. നിങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിലും ആലോചിക്കുക, കർമ്മ എന്നൊരു സാധനമുണ്ട്, അത് തിരിച്ച് അവിടെ എത്താതിരിക്കില്ല. ഒരാളില്ലെങ്കിൽ മറ്റൊരാൾ വഴി ഇത് എല്ലാവരുടെ ലൈഫിലും വന്നിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളിപ്പം പ്രസന്റ്ലി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പറയുമ്പോൾ ഭയങ്കര എളുപ്പം, ഒരാളുടെ ലൈഫ് എത്ര സിമ്പിളായിട്ട് നമ്മളങ്ങോട്ട് സീറോ ആക്കിയത്. വലിയ കഴിവൊന്നുമല്ല, ഇത് നമ്മുടെ ഏറ്റവും വലിയ കഴിവുകളാണ്. നമ്മൾ വലിയ അലങ്കാരമാക്കിയിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് എന്തോ വലിയ സംഭവം വരെ. ഞാൻ അവളെ തേച്ചടാ, അല്ലെങ്കിൽ ഞാൻ അവളെ തേച്ചടാ പറയുമ്പോൾ നല്ല എളുപ്പാ. പക്ഷെ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അനുഭവം ഉണ്ടല്ലോ, അയാൾ മരണത്തെക്കാൾ വലിയ ആ ഒരു ലൈഫിലൂടേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കെന്തും അയാള് പോയാ പോയി വന്നാ വന്ന്, നമ്മുടെ കാര്യം കഴിഞ്ഞല്ലോ. നിങ്ങളുടെ കാര്യം എത്രയല്ലേ ഉള്ളൂ, ഒരാളെ അടപടലം അങ്ങ് മൂഞ്ചിക്കണം. നടന്നില്ലേ, സിമ്പിൾ ഐഡിയ ഞാൻ പറഞ്ഞില്ലേ, ചെയ്യ് സന്തോഷിക്കും. പക്ഷെ ഇതേ അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ വരുമ്പം അപ്പം മനസ്സിലാവും ഇതിന്റെ ഫീൽ എന്താന്നുള്ളത്. മനസ്സിലാവുമ്പോ താനേ അങ്ങ് പഠിച്ചോളൂ.